നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UDF പ്രചാരണ രംഗത്ത് ചൂടുറപ്പിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്തിലെ വിജയം ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ആവർത്തിക്കുമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻമന്ത്രി ചെർക്കളം അബ്ദുള്ള. കനത്ത ചൂടിലും വോട്ടർമാരുടെ മനസ്സ് കീഴടക്കി പയ്യന്നൂരിലെ LDF സ്ഥാനാർത്ഥി C. കൃഷ്ണൻ. തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി M. രാജഗോപാലൻ പ്രചാരണം തുടരുന്നു. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. വിവിധ കേന്ദ്രങ്ങളിൽ വൈവിധ്യമാർന്ന ദിനാചരണ പരിപാടികൾ. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി പരിയാരത്തെ ഹൃദയശില്പം. സീബ്ര ക്രോസിംഗ് ഇല്ല. പഴയങ്ങാടിയിൽ റോഡ് മുറിച്ചു കടക്കാൻ യാത്രക്കാർക്ക് പെടാപ്പാട്. UDF പ്രചാരണ രംഗത്ത് ചൂടുറപ്പിക്കുന്നു. ആവേശവുമായി രാഷ്ട്രീയ കേരളം. ആദ്യം പോളിംഗ് 2016 സ്പെഷ്യൽ ഇലക്ഷൻ സെഗ്മെന്റ് കാണാം. കാസർഗോഡ് ജില്ലയിലെ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്ക് തുടക്കമായി. തൃക്കരിപ്പൂരിൽ നടന്ന ആദ്യ കൺവെൻഷൻ മുൻമന്ത്രി ചെർക്കളം അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തിലെ വിജയം ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ആവർത്തിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഐക്യജനാധിപത്യം അധികാരത്തിൽ വന്നപ്പോഴെല്ലാം കാസർഗോഡ് ജില്ലയുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് ജനക്ഷേമകരവും ജനോപകാരപ്രദമായ പദ്ധതികൾ പരിപാടികളും ആസൂത്രണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ അഭിമാനകരമായ ചരിത്രമാണ് കാസർഗോഡ് ജില്ലയ്ക്കുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് തിരിച്ചുപിടിച്ച് UDF നടത്തിയ പടയോട്ടം ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളും നമ്മുടേതാക്കി മാറ്റാനാവുമെന്ന് മുൻമന്ത്രിയും UDF ജില്ലാ ചെയർമാനുമായ ചെർക്കളം അബ്ദുള്ള തൃക്കരിപ്പൂരിൽ അഭിപ്രായപ്പെട്ടു. UDF തൃക്കരിപ്പൂർ മണ്ഡലം സ്ഥാനാർത്ഥി KP കുഞ്ഞിക്കണ്ണന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തൃക്കരിപ്പൂർ നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലത്തിന്റെ ചരിത്രം തിരുത്താൻ ഇത്തവണ ഇവിടുത്തെ ജനങ്ങളും UDF പ്രവർത്തകരും തയ്യാറെടുപ്പ് നടത്തിയതായും ചെർക്കളം പറഞ്ഞു. ജില്ലയിലെ ആദ്യ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്ന തൃക്കരിപ്പൂരിൽ മെയ് 19 വോട്ടെണ്ണി ആദ്യഫലം UDFന് സമ്മാനിക്കുന്നതും തൃക്കരിപ്പൂരിലാകുമെന്നും കരഘോഷങ്ങൾക്കിടയിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF തൃക്കരിപ്പൂർ മണ്ഡലം ചെയർമാൻ കരിമ്പിൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം K. വെളുത്തമ്പു, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി MC ഖമറുദ്ദീൻ, ജനതാദൾ U സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് P. കോരൻ മാസ്റ്റർ, KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് MC ജോസ്, കേരള കോൺഗ്രസ് M സംസ്ഥാന സെക്രട്ടറി ജെറ്റോ ജോസഫ്, CMP സെൻട്രൽ കൗൺസിൽ അംഗം VK രവീന്ദ്രൻ, RSP ജില്ലാ സെക്രട്ടറി PC രാജേന്ദ്രൻ, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, KM ഷംസുദ്ദീൻ, PC ഗോപാലകൃഷ്ണൻ, VK ബാവ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, PK ഫൈസൽ, മാമുനി വിജയൻ, KP പ്രകാശൻ, അഡ്വക്കേറ്റ് MTP കരീം, KB ഗംഗാധരൻ, P. കുഞ്ഞിക്കണ്ണൻ, M. രാധാകൃഷ്ണൻ നായർ, MC ജോസ്, CA കരീം, സൈമൺ പള്ളത്തുകുഴി, PK രഘുനാഥ്, P. രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. K. വെളുത്തമ്പു, MC ഖമറുദ്ദീൻ, P. കോരൻ മാസ്റ്റർ, AGC ബഷീർ, VK രവീന്ദ്രൻ, ശാന്തമ്മ ഫിലിപ്പ്, KM ഷംസുദ്ദീൻ എന്നിവർ രക്ഷാധികാരികളായും VKP ഹമീദ് അലി ചെയർമാനും PC രാമൻ വർക്കിംഗ് ചെയർമാനും കരിമ്പിൽ കൃഷ്ണൻ ജനറൽ കൺവീനറുമായുള്ള 1001 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കും കൺവെൻഷൻ രൂപം നൽകി. ഏപ്രിൽ 9 മുതൽ 16 വരെ വിവിധ പഞ്ചായത്ത് മുനിസിപ്പൽ കൺവെൻഷനുകൾ നടത്തുവാനും ക്രമീകരണങ്ങൾ തുടങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി KP കുഞ്ഞിക്കണ്ണൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു. പൊതുയിടങ്ങളിലും വീടുകളിലും നേരിട്ടെത്തി വോട്ടർമാരെ നേരിട്ട് കണ്ടാണ് അദ്ദേഹം വോട്ടഭ്യർത്ഥന നടത്തുന്നത്. ദീർഘനാളത്തെ അവ്യക്തതകൾക്ക് ഒടുവിലാണ് തൃക്കരിപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയുടെ ചിത്രം വ്യക്തമായത്. LDF സ്ഥാനാർത്ഥി M. രാജഗോപാലിനെതിരെ ശക്തമായ സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് ഒരിക്കൽ ഉദുമ മണ്ഡലത്തിൽ വിജയക്കൊടി പാറിച്ച KP കുഞ്ഞിക്കണ്ണന് നറുക്കുവീഴുന്നത്. പൊതുപ്രവർത്തന രംഗത്തെ വർഷങ്ങളുടെ പരിചയസമ്പന്നതയും ഇദ്ദേഹത്തിന് മുതൽക്കൂട്ടായി. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടെ KP കുഞ്ഞിക്കണ്ണൻ സജീവമായ പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി നേരത്തെ പ്രചരണം ആരംഭിച്ചതുകൊണ്ട് അതിവേഗം തന്നെ ഈ രംഗത്ത് സജീവമാകേണ്ട വെല്ലുവിളിയും ഇദ്ദേഹത്തിനുണ്ട്. പൊതുയിടങ്ങളിലും വീടുകളിലുമൊക്കെ എത്തി വോട്ടർമാരെ നേരിൽ കണ്ട് അഭ്യർത്ഥന നടത്തുകയാണ് അദ്ദേഹം. കളിയാട്ടവേദി അടക്കമുള്ള ആഘോഷയിടങ്ങളിലും സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം. കഴിഞ്ഞ ദിവസം വയനാട്ടുകുലവൻ തെയ്യം നടക്കുന്നിടത്തെത്തിയ KP കുഞ്ഞിക്കണ്ണൻ തെയ്യങ്ങളെ കണ്ട് പ്രത്യേക അനുഗ്രഹം വാങ്ങുകയും ചെയ്തു.
ചങ്ങാതി ഞാനും വന്നിരിക്കുന്ന അനുഭവത്തിൽ ഇതിനകത്ത് സാരഥിയായിട്ട് നിൽക്കേണ്ടതായ ഒരു അനുഭവം. മികച്ച പ്രതീക്ഷയോടെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും തന്റെ നാട്ടുകാരെ തന്നെ സേവിക്കാൻ ലഭിച്ച അവസരമായാണ് ഇതിനെ കാണുന്നതെന്നും കെ.പി. കുഞ്ഞിക്കണ്ണൻ പറയുന്നു. ഈ പരീക്ഷണത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവികസിതമായി പിന്നോക്കം നിൽക്കുന്ന തൃക്കരിപ്പൂരിൻ്റെ മുഖം മനോഹരമാക്കാനും തൃക്കരിപ്പൂർ നിയോജകമണ്ഡലത്തിൽ ബഹുമുഖമായ വികസന പ്രവർത്തനത്തിന് നേതൃത്വം നൽകാനും ഞങ്ങൾ കൂട്ടായി ഇതിനോടൊപ്പം ഉണ്ടാകും. ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം ജനപ്രതിനിധി എന്ന രീതിയിൽ തന്നെ ഇവിടുത്തെയുള്ള എല്ലാ പ്രശ്നങ്ങളിലും നേരിട്ട് ഇടപെടാനും മാറ്റങ്ങൾക്ക് ഉണ്ടാകാനും ഞങ്ങൾ ഒന്നിച്ചുണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ള സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. കനത്ത ചൂടിലും വോട്ടർമാരുടെ മനസ്സ് കീഴടക്കി പയ്യന്നൂരിലെ LDF സ്ഥാനാർത്ഥി സി കൃഷ്ണൻ. വ്യാഴാഴ്ച രാവിലെ മുതൽ രാമന്തളി പഞ്ചായത്തിലെ പാലക്കോട്, എട്ടിക്കുളം, കുന്നരു, രാമന്തളി ഭാഗങ്ങളിലാണ് വോട്ടർമാരെ കാണാൻ അദ്ദേഹം നേരിട്ടെത്തിയത്. രാമന്തളി പഞ്ചായത്തിനെ ഇന്ത്യയുടെ പ്രതിരോധ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ഏഴിമല നാവിക അക്കാദമിയുടെ സമീപ പ്രദേശമായ എട്ടിക്കുളത്ത് വലിയ സ്വീകരണമായിരുന്നു LDF സ്ഥാനാർത്ഥിയായ സി കൃഷ്ണൻ ലഭിച്ചത്. വീടുകളിലും കവലകളിലും ക്ലബ്ബുകളിലും കടപ്പുറത്തുമെല്ലാം വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തി. കഴിഞ്ഞ 5 വർഷക്കാലം നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് വേദിയായ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വോട്ടർമാർ തങ്ങളുടെ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ലാളിത്യത്തിന്റെ ആൾരൂപമായി സാധാരണക്കാരോട് കുശലം പറഞ്ഞും നാട്ടിനു പുറത്തെ ചായക്കടയിൽ ചായ കുടിച്ചും നാട്ടുകാരിൽ ഒരാളായി സി കൃഷ്ണൻ പര്യടനം തുടർന്നു. രാമന്തളി പഞ്ചായത്തിലെ എട്ടിക്കുളം ബീച്ച് പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമവും ദുരിതങ്ങളും സ്ഥാനാർത്ഥിയെ വോട്ടർമാർ നേരിൽ കണ്ട് അറിയിച്ചു. അപ്പോൾ തന്നെ റവന്യൂ അധികൃതരെ ഫോണിലൂടെ ബന്ധപ്പെടുകയും ചെയ്തു. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല സ്വീകരണമാണ് ഓരോ മേഖലയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ രാമന്തളി പഞ്ചായത്തിലാണ്, കുന്നരു അതുപോലെ തന്നെ രാമന്തളി പ്രദേശങ്ങളിലാണ് ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ പര്യടനം നടത്തുന്നത്. അത് എട്ടിക്കുളം പ്രദേശത്തും അതുപോലെ തന്നെ ചിറ്റടി, തെക്കമ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായിട്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രാമന്തളി നേവൽ അക്കാദമി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് അവിടെ കാക്കടവിൽ നിന്നാണ് വാട്ടർ അതോറിറ്റി വെള്ളം എത്തിക്കുന്നത്. കാക്കടവിൽ വെള്ളം പറ്റിയതുകൊണ്ട് അവരിപ്പോൾ വെള്ളം പമ്പ് ചെയ്യുന്നു. ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രാമന്തളി പഞ്ചായത്തിലേക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വാഹനത്തിൽ വെള്ളം എത്തിച്ചു കൊടുക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഫിഷ് ലാൻഡിംഗ് സെന്ററിലെത്തി മത്സ്യത്തൊഴിലാളികളെയും കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. രാമന്തളിയിലെ കുടിവെള്ള പ്രശ്നങ്ങളും നാവൽ അക്കാദമി അക്വയർ ചെയ്ത പ്രദേശത്തുകാരുടെ പ്രശ്നങ്ങൾക്കും ഇപ്പോൾ ശാശ്വത പരിഹാരമായെന്നും സി കൃഷ്ണൻ MLA നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. കെ വിജീഷ്, പരത്തി ദാമോദരൻ, സുനിൽ കുന്നരു, പ്രമോദ് എന്നിവർ പര്യടനത്തിന് നേതൃത്വം നൽകി. വീവേഴ്സ് യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് കൂടിയായ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി M രാജഗോപാലൻ ഇളമ്പച്ചി വീവേഴ്സ് സൊസൈറ്റിയിൽ വോട്ടഭ്യർത്ഥനയുമായി എത്തി. സ്ഥാനാർത്ഥിക്ക് ഹൃദ്യമായ സ്വീകരണമാണ് തൊഴിലാളികൾ നൽകിയത്. സൗത്ത് തൃക്കരിപ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ LDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടാണ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും വീവേഴ്സ് സൊസൈറ്റി സന്ദർശിച്ചത്. തൊഴിലാളികൾ സ്ഥാനാർത്ഥികൾക്ക് വിജയാശംസകൾ നേർന്നു. അഴിമതിയിൽ കുളിച്ച UDF ഭരണത്തിനെതിരെ പ്രതികരിക്കാനുള്ള അവസരം കാത്തിരിക്കുകയാണ് തൊഴിലാളികളെന്ന് സ്ഥാനാർത്ഥി M രാജഗോപാലൻ പറഞ്ഞു. രാഷ്ട്രീയ പ്രബുദ്ധവും സാംസ്കാരിക സമ്പന്നവും സാക്ഷര സമ്പന്നവുമായിട്ടുള്ള കേരളത്തിന് അപമാനകരമായ വിധത്തിലേക്കുള്ള ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളത്. അതുപോലെ തന്നെ വർഗീയ അസ്വാസ്ഥ്യങ്ങളും ചിലയിടങ്ങളിലെങ്കിലും തലപൊക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുണ്ടാകുന്നത്. കാരണം മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന മുന്നണി സംവിധാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പുതിയ വർഗീയതയുടെ വിപത്ത് അനുഭവിച്ചറിയുന്ന ഇന്ത്യയിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കണമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ്, ഒരു പ്രതീക്ഷയിലാണ് അവരെല്ലാം ഉള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അല്ലെങ്കിൽ ജനവിധിയുടെ പാഠം എന്ന് പറയുന്നത് കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെല്ലാം കൂടുതൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടൊരു സമീപനം സ്വീകരിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. KV ജനാർദ്ദനൻ, TV കുഞ്ഞികൃഷ്ണൻ, MP കരുണാകരൻ, KV അമ്പു, C ബാലൻ, PA റഹ്മാൻ, KK രാജശേഖരൻ, K രഘുനാഥ്, KNV ഭാർഗവി തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
LDF തൃക്കരിപ്പൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നടന്നു. കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. ആ 41 ഏക്കർ ഭൂമിയില്ലാത്ത ആളുകൾക്ക് പതിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് വലിയ സമരങ്ങൾ അവിടെ നടന്നു. അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഖരാവ് ചെയ്തു. അവസാനം കളക്ടറും ADM എല്ലാം പോയി ഇടപെട്ടിട്ടാണ് നിങ്ങൾക്ക് പതിച്ചു തരാം. അങ്ങനെ ഒരു സമരം അവസാനിച്ചു. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. LDF സ്ഥാനാർത്ഥി M. രാജഗോപാലന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. MV കോമൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. P. രാഘവൻ, KV ജനാർദ്ദനൻ, C. ബാലൻ, E. നാരായണൻ, KV കാർത്തിയായനി തുടങ്ങിയവർ സംസാരിച്ചു. M. ഗംഗാധരൻ ചെയർമാനും M. രാമചന്ദ്രൻ കൺവീനറുമായുള്ള 250 അംഗ കമ്മിറ്റിയും യോഗത്തിന്റെ ഭാഗമായി രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന DK രവീന്ദ്രന്റെ 24ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. എളമ്പച്ചിയിലെ DK രവീന്ദ്രൻ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങ് KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. 24ാമത്തെ വയസ്സിൽ മാരകരോഗത്തിനടിമപ്പെട്ട് അകാലമരണം സംഭവിച്ച യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു DK രവീന്ദ്രൻ. രവീന്ദ്രന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ യോഗം ആരംഭിച്ചത്. KPCC ജനറൽ സെക്രട്ടറിയും തൃക്കരിപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിയുമായ KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവർ ഇക്കുറി ഗൗരവമായിട്ട് ആലോചിക്കുകയാണ്. മുമ്പ് കാലങ്ങളിലൊക്കെ അവരോട് കയറിയാൽ വരാത്ത കോൺഗ്രസ്സുകാരെ അടവൂട്ട് ചെയ്യാം, മരിച്ചവരുടെ അടവൂട്ട് ചെയ്യാം, രണ്ട് ഡബിളായിട്ട് നിൽക്കുന്നവരുടെ കള്ളവോട്ട് ചെയ്യാം. അങ്ങനെ സൗകര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. ഇക്കുറി കള്ളവോട്ട് പരമാവധി ഇലക്ഷൻ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. TV ബാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് PK ഫൈസൽ, DCC സെക്രട്ടറി PK പ്രകാശൻ, K ശ്രീധരൻ മാസ്റ്റർ, KP ദിനേശൻ, KN നാരായണൻ, MV അനിത, MK പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മറ്റു വാർത്തകളിലേക്ക്. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. പയ്യന്നൂർ മുനിസിപ്പൽ തല ഉദ്ഘാടനം നഗരസഭ ഹാളിൽ നടന്നു. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ആരോഗ്യ സെമിനാർ നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. പയ്യന്നൂർ മുനിസിപ്പൽ തല ഉദ്ഘാടനം നഗരസഭാ ഹാളിൽ നടന്നു. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ആരോഗ്യ സെമിനാർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. സഞ്ജീവൻ അധ്യക്ഷത വഹിച്ചു. ഈ വർഷത്തെ ലോക ആരോഗ്യദിന സന്ദേശം പ്രമേഹത്തെ തോൽപ്പിക്കാം എന്ന വിഷയം പഴയങ്ങാടി ഹെൽത്ത് സൂപ്പർവൈസർ മുരളീധരൻ M. വിശദീകരിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി, കൗൺസിലർ P. ഭാസ്കരൻ, പയ്യന്നൂർ സെക്ഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ VP മോഹനൻ, PRO ജാക്സൺ, ജയചിമാരായ ഗോവിന്ദൻ നമ്പൂതിരി, KP ശ്രീനിവാസൻ, E. നന്ദകുമാർ, ശ്രീജേഷ്, EV സന്തോഷ് എന്നിവർ സംസാരിച്ചു. സീബ്ര ക്രോസിംഗ് ഇല്ല. പഴയങ്ങാടിയിൽ റോഡ് മുറിച്ചു കടക്കാൻ യാത്രക്കാർക്ക് പെടാപ്പാട്. അപകടങ്ങൾ വർദ്ധിക്കുമ്പോഴും അധികൃതർ നിസ്സംഗത തുടരുകയാണ്. തിരക്കേറിയ പഴയങ്ങാടി പട്ടണത്തിൽ യാത്രക്കാർക്ക് കാൽനടയായി യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. റോഡ് മുറിച്ചു കടക്കാൻ യാതൊരു സുരക്ഷിതത്വവും ഇവിടില്ല. ഡ്രൈവർമാർ കനിഞ്ഞാൽ റോഡ് മുറിച്ചു കടക്കാം, ഇല്ലെങ്കിൽ ഏറെ സാഹസപ്പെടേണ്ടി വരും. അപകടം കൂടാതെ റോഡ് മുറിച്ചു കടക്കാൻ സാധിച്ചാൽ ഭാഗ്യമെന്ന് കരുതാം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാണിവിടെ. KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് നവീകരിച്ചെങ്കിലും റോഡിൽ സീബ്ര ലൈൻ സ്ഥാപിച്ചില്ല. റോഡരികിലെ അനധികൃത പാർക്കിംഗും യാത്രക്കാർക്ക് ദുരിതം സൃഷ്ടിക്കുന്നു. റോഡിൽ സീബ്ര ലൈൻ സ്ഥാപിച്ച് ജനങ്ങൾക്ക് റോഡ് മുറിച്ചു കടക്കാൻ ആവശ്യമായ സൗകര്യമൊരുക്കണമെന്നാണ് പൊതുജനാഭിപ്രായം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വായനയുടെ പുതിയ വാതായനങ്ങൾ തുറന്നിട്ട് അല കേരളത്തിന്റെ ഇറയ വായനയ്ക്ക് പ്രശസ്ത ശില്പി സുരേന്ദ്രൻ കൂക്കാനത്തിന്റെ വസതിയിൽ തുടക്കമായി. പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹബന്ധങ്ങളും അയൽബന്ധങ്ങളും തിരികെ പിടിക്കുവാനും പുതിയ തലമുറയിൽ ഇത് ഊട്ടിയുറപ്പിക്കുവാനും വേണ്ടിയാണ് അല കേരളം ഇറയ വായന സംഘടിപ്പിക്കുന്നത്. ഇറയം എന്ന വാക്കുതന്നെ മലയാളത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോവുകയും പകരം സിറ്റൗട്ടുകൾ സ്ഥാനം പിടിക്കുകയും ചെയ്യുന്ന പുതിയ കാലത്ത് ഇറവായന പേരുകൊണ്ട് തന്നെ അർത്ഥവത്താവുകയാണ്. 5 കവിതകളും 5 കഥകളുമാണ് വായനാ ചർച്ചകൾക്ക് വിധേയമാക്കുന്നത്. കവിതകൾ ONVയ്ക്കും കഥകൾ അക്ബർ കക്കട്ടിലും പ്രണാമമർപ്പിക്കുന്നു. ഈ 10 പരിപാടിയും 10 ഇറയങ്ങളിലായിരിക്കും സംഘടിപ്പിക്കുക. കുട്ടികൾ ഈ പരിപാടിയുടെ മുഖ്യ കണ്ണികളാണ്. എഴുത്തുകാരനും പ്രഭാഷകനുമായ വത്സൻ പെരിക്കോട് കഥാവായനയ്ക്കും ചർച്ചയ്ക്കും നേതൃത്വം നൽകും. ആദ്യ വായന CV ബാലകൃഷ്ണന്റെ കുളിരി എന്ന കഥയായിരുന്നു. വായന മരിച്ചിട്ടില്ലെന്നും വേണമെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും വായനയ്ക്ക് സമയം കണ്ടെത്താനാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ CV ബാലകൃഷ്ണൻ പറഞ്ഞു. തലമുറയെ സംബന്ധിച്ച് അവർ നമ്മൾ തീരെ
പ്രതീക്ഷയില്ലാത്തവരായി മാറി എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് അവിടെ തോന്നിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഇടയിലുള്ള ആൾക്കാരാണ് ഈ പുസ്തക വായനയിൽ നിന്ന് അകന്നു പോയത്. അവരിപ്പോഴും പലരും പറയും, ഞാൻ മുമ്പൊക്കെ വായിക്കുമായിരുന്നു, ഇപ്പോൾ തീരെ സമയം കിട്ടുന്നില്ല എന്നൊക്കെയാണ് ആളുകൾ പറയാറുള്ളത്. അത് ഈ മുതിർന്നവരാണ് പറയുന്നത്. വത്സൻ പിലിക്കോട് അധ്യക്ഷത വഹിച്ചു. സുരേന്ദ്രൻ കൂക്കാനം, KV ബാബുരാജൻ, ചന്ദ്രൻ കല്ലത്ത്, തമ്പാൻ കൊടക്കാട് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തീരദേശ ജാഗ്രതയ്ക്കായി പോലീസ് നടപ്പിലാക്കുന്ന തീരദേശ വേട്ട തുടങ്ങി. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലാണ് പോലീസ് മോക്ക് ഡ്രിൽ പോലെ പരിപാടി സംഘടിപ്പിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എന്നുവേണ്ട എല്ലാ സ്ഥലങ്ങളിലും പോലീസ് സംഘത്തെ കാണുന്നു. നാട്ടിലെന്തെങ്കിലും സംഭവം ഉണ്ടായോ എന്നാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ പോലീസിന്റെ തീരവേട്ടയുടെ ഭാഗമായാണ് പോലീസിനെ എല്ലായിടത്തും നിയോഗിച്ചിരിക്കുന്നത്. 48 മണിക്കൂറും പോലീസ് സേനയെ ജാഗ്രതയിൽ നിർത്തുക എന്ന ലക്ഷ്യവുമായാണ് പോലീസ് ഇത്തരമൊരു സുരക്ഷാ പരിപാടി സംഘടിപ്പിച്ചത്. കടൽ മാർഗം രാജ്യത്ത് പ്രവേശിക്കുന്ന തീവ്രവാദികളെ തടയുക എന്നതാണ് പ്രധാന നടപടി. കടലിലൂടെ തീവ്രവാദിയുടെ വേഷത്തിൽ ഒരാളെ ഇതിനായി നിയോഗിക്കുന്നു. ഏത് വേഷത്തിലും കടലിൽ നിന്നും കരയിലെത്തി പ്രധാന ലക്ഷ്യകേന്ദ്രങ്ങളിലെത്തും. ഇത് തടയുക എന്നതാണ് പോലീസിന്റെ ലക്ഷ്യം. മോക്ക് ഡ്രിൽ രൂപത്തിലുള്ള ഈ സുരക്ഷാ പരിപാടിയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ 6 മണി മുതൽ പോലീസ് സേനയെ തീരദേശത്തെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം നിയോഗിച്ചു. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ പോലീസ് നിരീക്ഷണവും ആരംഭിച്ചു. കോസ്റ്റ് ഗാർഡ്, മത്സ്യത്തൊഴിലാളി ജാഗ്രതാ സമിതി എന്നിവരുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 48 മണിക്കൂറിന് ശേഷം വെള്ളിയാഴ്ച പുലർച്ചെ 6 മണിയോടെ ഈ സുരക്ഷാ പരിപാടി സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ജനസദസ്സ് സംഘടിപ്പിച്ചു. കുഞ്ഞിമംഗലം VR നായനാർ സ്മാരക വായനശാല പരിസരത്ത് നടന്ന സദസ്സ് പഞ്ചായത്ത് പ്രസിഡന്റ് M കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ദേശസാൽക്കരണത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് ബാങ്കിംഗ് മേഖലയിൽ അഭൂതപൂർവമായ വളർച്ചയാണുണ്ടായത്. ശാഖകളുടെ എണ്ണത്തിലും ബിസിനസ്സിലുമെല്ലാം വലിയ മുന്നേറ്റമുണ്ടായി. പരിമിതികളും പോരായ്മകളും ഉണ്ടെങ്കിലും ജനപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് ബാങ്കിംഗ് സംവിധാനം സന്നദ്ധമായിരുന്നു. എന്നാൽ കുറച്ചുകാലമായി ബാങ്കിംഗ് മേഖലയെക്കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നില്ല. കൈത്തറി മേഖലയുൾപ്പെടെ സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ അവഗണിക്കപ്പെടുന്നതായി പരാതി ഉയരുന്നു. വികസന കാര്യങ്ങളിലും സങ്കുചിത താൽപ്പര്യങ്ങൾ പിടിമുറുക്കുന്നു. അതിസമ്പന്നരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നു. സാധാരണക്കാരുടെ കാര്യത്തിൽ തീരുമാനമാകുന്നുമില്ല. 2008 ആഗോള ബാങ്കിംഗ് തകർച്ചയെ അതിജീവിച്ച് ലോകത്തിന് തന്നെ മാതൃകയായ ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ബാങ്കിംഗ് മേഖലയിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ദേശീയ പ്രചാരണത്തിന്റെ ഭാഗമായി ജനസദസ്സ് സംഘടിപ്പിച്ചത്. കുഞ്ഞിമംഗലം VR നായനാർ സ്മാരക വായനശാല പരിസരത്ത് നടന്ന ജനസദസ്സിൽ സെക്രട്ടറി K കുഞ്ഞിരാമൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KGBEU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KG സുധാകരൻ, BEFI കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടോമി മൈക്കിൾ, സരളഭായ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി പരിയാരത്തെ ഹൃദയശില്പം. ശില്പി തൃക്കരിപ്പൂർ രവീന്ദ്രനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ ശില്പം രൂപകൽപ്പന ചെയ്തത്. ലോകത്തിലെ ഏറ്റവും വലിയ ഹൃദയശില്പത്തിന് 11 ഫീറ്റ് വലിപ്പമാണ്. എന്നാൽ പരിയാരം മെഡിക്കൽ കോളേജിൽ രൂപകൽപ്പന ചെയ്ത ഹൃദയശില്പത്തിന് 16 ഫീറ്റ് വലിപ്പമുണ്ട്. കോൺക്രീറ്റിൽ നിർമ്മിച്ച ശില്പത്തിന് മൊത്തം 32 അടിയാണ് ഉയരം. ആരോഗ്യമുള്ള ഹൃദയമെന്ന സന്ദേശം പ്രചരിപ്പിക്കുവാനായി ചെറു ഹൃദയശില്പം നിർമ്മിച്ച് കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും നൽകാനുള്ള പണിപ്പുരയിലാണ് കേന്ദ്ര ഗവൺമെൻറ് അവാർഡ് സ്കോളർഷിപ്പിന് അർഹനായ 7ാം ക്ലാസ്സുകാരൻ മകൻ MV ചിത്രരാജ്. സഹായത്തിനായി ജ്യേഷ്ഠൻ ശില്പരാജും രംഗത്തുണ്ട്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൃദയശില്പം എന്ന അംഗീകാരമാണ്. ഇത് ഗിന്നസ് വേൾഡിൽ സമീപ സമയത്തിനുള്ളിൽ തന്നെ സ്ഥാനം പിടിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഹൃദയശില്പം എന്നറിയുന്നത് ബ്രിട്ടനിലെ 11 ഫീറ്റ് വലിപ്പമുള്ള ഹൃദയശില്പമാണ്. എന്നാൽ ഈ ഹൃദയശില്പത്തിന് മാത്രം 16 ഫീറ്റ് വലിപ്പമുണ്ട്. ശില്പം വലിയ ഒരു ട്രഡീഷണൽ വട്ടത്തിന് മുകളിലുള്ള കൈക്കുമ്പിളിൽ ഒതുങ്ങുന്നതാണ് ഹൃദയശില്പം. മൊത്തം ഈ ശില്പത്തിന് 32 അടി ഉയരമുണ്ട്. ഇത് കഴിഞ്ഞ 2014 കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവர்களാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. രവീന്ദ്രൻ 2000 നിർമ്മിച്ച ആരോഗ്യമുള്ള കുഞ്ഞ് മുലപ്പാലിലൂടെ എന്ന ശില്പം കേരള സർക്കാർ ഏറ്റെടുത്ത് മുഴുവൻ ഹെൽത്ത് സെൻ്ററുകളിലും സ്ഥാപിക്കാൻ തീരുമാനിച്ചിരുന്നു. അതുപോലെ സർക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ സൗജന്യ നിരക്കിൽ സ്കൂളുകൾക്ക് ചെറു ഹൃദയശില്പം നൽകുവാൻ സാധിക്കുമെന്നും ശില്പി പറയുന്നു. പഠന വിദേശ ബിസിനസ്സുകാരനായ അസീസ് യൂസഫാണ് മെഡിക്കൽ കോളേജിലെ ഹൃദയശില്പം സ്പോൺസർ ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി പുത്തൂർ ബഡ്സ് സ്കൂളിൽ ഇലക്ട്രിക്കൽ ടൂത്ത് ബ്രഷും പ്രത്യേക പേസ്റ്റും നൽകി. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പരിഗണന അർഹിക്കേണ്ടുന്ന
ഒരു വിഭാഗമാണ് ഭിന്നശേഷിയുള്ളവർ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സമൂഹം ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടുന്ന ഒരു വിഭാഗമാണ്. ഡോക്ടർ ജയകൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു. ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ സുജാ വിനോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പി ചന്ദ്രൻ മാസ്റ്റർ, എ കെ ഗിരീഷ് കുമാർ, കെ സുധാകരൻ, രമണി കെ, പ്രസന്ന എ, ചന്ദ്രൻ കെ, ഡോക്ടർ ശ്വേത സൂരജ്, ഡോക്ടർ ശ്രീദേവി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. കാലപ്പഴക്കത്താൽ നശിച്ച് പഴയങ്ങാടിയിലെ ഐസ് പ്ലാന്റ് കെട്ടിടം പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന പുതിയങ്ങാടിയിലെ ഗവൺമെന്റ് ഐസ് പ്ലാന്റ് നശിച്ചിട്ട് കാലങ്ങളേറെയായി. ഒരു കാലത്ത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ചുരുങ്ങിയ വിലയ്ക്ക് ഇവിടെ നിന്നും ഐസ് ലഭിച്ചിരുന്നു. എന്നാൽ അധികൃതരുടെ അനാസ്ഥയിൽ ഐസ് പ്ലാന്റിന്റെ പ്രവർത്തനം നിലച്ചു. ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിച്ചു. കെട്ടിടം സാമൂഹ്യവിരുദ്ധരുടെയും അനാശാസ്യ പ്രവർത്തകരുടെയും കേന്ദ്രമായി മാറി. ക്രമേണ നിരവധി സ്വകാര്യ ഐസ് പ്ലാന്റുകൾ പുതിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗവൺമെന്റ് സ്ഥാപനം പൂട്ടിയതോടെ വലിയ തുക നൽകി ഐസ് വാങ്ങേണ്ട അവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. മാറി മാറി വന്ന ഭരണാധികാരികളൊന്നും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം കണ്ടില്ല. മാറി മാറി വരുന്ന ഭരണവർഗം മത്സ്യത്തൊഴിലാളികളെ അവഗണിക്കുമ്പോൾ അവഗണനയുടെ സ്മാരകമായി ഈ തകർന്ന ഐസ് പ്ലാന്റ് ഉയർന്നു നിൽക്കുന്നു. നികേഷ് താപം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കരിവള്ളൂർ തെരു AKG വായനശാലയിൽ വെച്ച് നടന്നുവന്ന സ്വയം തൊഴിൽ പരിശീലനത്തിന് സമാപനമായി. സമാപന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV രാധാമണി ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ AKG വായനശാലയുടെയും പയ്യന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കമ്മ്യൂണിറ്റി സ്കീം പ്രകാരം വനിതകൾക്കുള്ള ടെക്സ്റ്റൈൽ ഫാബ്രിക്കേഷൻ കോഴ്സാണ് നടന്നത്. 1.5 മാസം ദൈർഘ്യമുള്ളതായിരുന്നു പരിശീലനം. 38 പേർ പരിശീലനത്തിൽ പങ്കെടുത്തു. കെ ഷീബയായിരുന്നു പരിശീലക. ചടങ്ങിൽ AV സുകുമാരൻ അധ്യക്ഷനായി. PV ലക്ഷ്മണൻ നായർ, TV നാരായണൻ മാസ്റ്റർ, PV നാരായണി, അപ്യാൽ രാഘവൻ, P ദിലീപൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ നടത്തിയ വായനാ മത്സരത്തിൽ വിജയിയായ ജീവൻ SP-ക്കുള്ള ഉപഹാരം PV ലക്ഷ്മണൻ നായർ നൽകി. AKG വായനശാലയ്ക്ക് ജില്ലാ ലൈബ്രറി കൗൺസിൽ നൽകിയ കമ്പ്യൂട്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മവും തദവസരത്തിൽ നടന്നു. പെരളം UP സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും ഏപ്രിൽ 8, 9 തീയതികളിൽ നടക്കും. സ്കൂളിലെ വിദ്യാർത്ഥികൾ ശാന്തത്തിലുള്ള യാത്രയപ്പ് സമ്മേളനം ഈ വരുന്ന 8 മാസം 8, 9 തീയതികളിൽ 60ാം വാർഷികാഘോഷത്തിന്റെ സ്മരണയ്ക്കായി സ്കൂളിൽ നിർമ്മിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം കരിവള്ളൂർ പെളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ നിർവഹിക്കും. ഏപ്രിൽ 8 വൈകുന്നേരം 5 മണിക്ക് 251 കലാകാരന്മാർ അണിനിരക്കുന്ന മെഗാപൂരക്കളിയും തുടർന്ന് അമ്മമാരും പൂർവ്വ വിദ്യാർത്ഥികളും അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിരയും അരങ്ങേറും. 7 വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം സംവിധായകൻ ജയരാജ് നിർവഹിക്കും. പുരസ്കാരം നേടിയ ഒറ്റാൽ സിനിമയുടെ സംവിധായകനായ ജയരാജിനെ നിർമ്മാതാവ് 7 ആർട്സ് മോഹനെയും ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് ഒറ്റാൽ സിനിമയുടെ പ്രദർശനവും വിനോദ് P കാനായി രചനയും സംവിധാനവും നിർവഹിച്ച മനസാക്ഷിയോടൊരു ചോദ്യം എന്ന നാടകവും അരങ്ങേറും. 9 വൈകിട്ട് 6 വാർഷികാഘോഷ സമാപനവും യാത്രയപ്പ് സമ്മേളനവും നടക്കും. P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്യും. രഘുനാഥ് ഇടച്ചേരി മുഖ്യാതിഥിയായിരിക്കും. തുടർന്ന് കരോക്കെ ഗാനമേളയും നൃത്തനൃത്യങ്ങളും അരങ്ങേറും. മാധ്യമ സമ്മേളനത്തിൽ കരിവള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ, K ദാമോദരൻ, C ബാലകൃഷ്ണൻ, K വിശ്വംഭരൻ, പ്രധാനാധ്യാപകൻ K പവിത്രൻ, K കരുണാകരൻ, K ജയാനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ അനാമയ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു. നിരവധി ഡോക്ടർമാർ സംസാരിച്ചു. പ്രമേഹം എന്ന് പറയുന്ന രോഗം തന്നെയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ലോകത്തിൽ ഏകദേശം 44 കോടി ആൾക്കാർ ഈ പ്രമേഹ രോഗബാധിതരാണ്. അതിൽ ഏകദേശം 6/1 ഇന്ത്യക്കാരാണ് എന്ന് പറഞ്ഞാൽ 15% ഇന്ത്യക്കാരാണ് ഈ രോഗം. പ്രമേഹ രോഗത്തെയും ചികിത്സകളെയും കുറിച്ച് ഡോക്ടർമാരായ M ഹരിദാസ്, ആനന്ദകൃഷ്ണൻ, മുരളീധരൻ, അബ്ദുൾ സത്താർ തുടങ്ങിയവർ വിഷയാവതരണം നടത്തി. തുടർന്ന് ആരോഗ്യ ദിനാചരണ സന്ദേശവും കൈമാറി. നിരവധി പേർ സെമിനാറിൽ പങ്കെടുത്തു. സ്പേസ് 7 ഗളസ് തനത് ഭക്ഷ്യ വൈവിധ്യമേള ഏപ്രിൽ 8 മുതൽ 10 വരെ നടക്കും. അന്യം നിന്നു പോകുന്ന ഭക്ഷ്യവൈവിധ്യങ്ങളെയും പ്രാദേശിക ജനസമൂഹത്തിന്റെ നാട്ടറിവുകളെ സംരക്ഷിക്കുവാനും വിഭവങ്ങളെ കരുതലോടെ ഉപയോഗിക്കുവാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സ്പേസ് 7 ഒരുക്കുന്ന ഗളസ് തനത് ഭക്ഷ്യവൈവിധ്യമേള. ഏപ്രിൽ 8 വൈകുന്നേരം 5:30 C കൃഷ്ണൻ MLA മേള ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ്,
ഡോക്ടർ രതീഷ് നാരായണൻ, ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ, GB വത്സൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ വിജേഷ് പണിക്കരും സംഘവും അവതരിപ്പിക്കുന്ന കോതാമൂരി, തിരുവാതിരകളി തുടങ്ങിയവ അരങ്ങേറും. തുടർന്ന് പുസ്തക പ്രകാശനവും നടക്കും. ഏപ്രിൽ 9 രാവിലെ 10 മണി മുതൽ പ്രദർശനം, വിത്ത് വിതരണം, ഫുഡ് കോർട്ട് തുടങ്ങിയവയും വൈകിട്ട് പ്രമുഖ ഡോക്ടർമാർ പങ്കെടുക്കുന്ന ജനകീയ ആരോഗ്യ സംവാദവും നടക്കും. ഡോക്ടർ C പത്മനാഭൻ, ഡോക്ടർ PM മധു, ഡോക്ടർ വിനയചന്ദ്ര ഷെണായി, ഡോക്ടർ P മനോഹരൻ, ഡോക്ടർ താരിമ, K ലീല തുടങ്ങിയവർ പങ്കെടുക്കും. ഏപ്രിൽ 10 വൈകിട്ട് 5 മണിക്ക് സമാപന സമ്മേളനം സിനിമാ സംവിധായകൻ മനോജ് ഖാന ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വെച്ച് തേജ്രാജ് മല്ലർ പാരമ്പര്യ കർഷകരെ ആദരിക്കും. ചടങ്ങിൽ പ്രമുഖർ സംബന്ധിക്കുമെന്നും സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ PM മധു, K നാരായണൻ, K ഹരിദാസ്, OR രതീഷ് നാരായണൻ, TS രവീന്ദ്രൻ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇളമ്പച്ചി ജനകീയ സെവൻസിന് ഏപ്രിൽ 20 മുതൽ മിനി സ്റ്റേഡിയത്തിൽ തുടക്കമാകും. ഗാലറിയുടെ കാൽനാട്ടുകർമ്മം MTP അബ്ദുൽ ഖാദർ നിർവഹിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലാ സെവൻസ് ഫുട്ബോൾ ടീം ആൻഡ് പ്ലെയേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. കാൽനാട്ടുകർമ്മത്തിൽ ഷാഹുദ് അലി TP അധ്യക്ഷത വഹിച്ചു. ടൂർണമെന്റ് കൺവീനർ അക്ബർ തൃക്കരിപ്പൂർ സ്വാഗതം ആശംസിച്ചു. ഷുഹൈബ് ബീരിച്ചേരി, MRC രാമചന്ദ്രൻ, ജാഫർ കൗവായി, KM കുഞ്ഞി, C സത്താർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1961 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് P രവീന്ദ്രൻ അധ്യക്ഷനായി. ഗ്രന്ഥശാല ഗ്രന്ഥാലയ പ്രവർത്തനത്തിലൂടെയുണ്ട്, മറ്റ് പൊതുപ്രവർത്തനത്തിലൂടെയുണ്ട്. അധ്യാപക ജീവിതം കഴിഞ്ഞാലും അവർ പൊതുരംഗത്തേക്ക് ഇറങ്ങി ചെയ്യുന്നവരുണ്ട്. ഒക്കെ ചെയ്യുന്നവരെല്ലാം ഒരു വട്ടം കൂടി തങ്ങൾ പഠിച്ച സ്കൂളിൽ എത്തിയപ്പോൾ ബാല്യകാലം മനസ്സുകളിൽ നിറഞ്ഞു. കാലം കുതിച്ചുപാഞ്ഞത് തങ്ങൾ അറിഞ്ഞതേയില്ലെന്ന് ഓരോരുത്തരും ഓർത്തു. തങ്ങളെ കടന്നുപോയ സഹപാഠികൾക്കും ഗുരുഭൂതർക്കും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പരിപാടി ആരംഭിച്ചത്. അധ്യാപകരായ ശങ്കരൻ ഭട്ടതിരിയെ സ്കൂൾ പ്രിൻസിപ്പൽ K സുരേന്ദ്രനും PM ദാമോദരൻ അടിയോടിയെ പ്രധാനാധ്യാപിക വത്സലയും ഷാൾ അണിയിച്ചു. K സുകുമാരൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് അനുഭവങ്ങൾ പങ്കുവച്ചു. തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂൾ വാർഷികാഘോഷവും ആദര സമ്മേളനവും സ്കൂൾ ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെറീന ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VM ബാബുരാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചെറുവത്തൂർ AO TM സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തുകയും ഉപഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ചെറുവത്തൂർ BPO M മഹേഷ് കുമാർ, PTA വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ TV, ജിഷ K തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ MP രാഘവൻ സ്വാഗതവും TK ശ്യാമള ടീച്ചർ നന്ദിയും പറഞ്ഞു. ചടങ്ങിന്റെ ഭാഗമായി കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ടറുമായ പ്രഭാകരൻ തരങ്ങിണിയെ അനുമോദിക്കുകയും ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്തു. AEO പ്രഭാകരൻ തരങ്ങിണിയെ പൊന്നാടി അണിയിച്ചു. കേരള സംസ്ഥാന അറബി അധ്യാപക കലാമേളയിൽ വിജയം കൈവരിച്ച സ്കൂൾ അധ്യാപകൻ മുഹമ്മദ് സിറാജുദ്ദീനും ജില്ലാമേളകളിൽ വിജയികളായ കുട്ടികൾക്കുള്ള ഉപഹാര വിതരണവും BPO മഹേഷ് കുമാർ നിർവഹിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി സ്കൂൾ മികവുകളുടെ പ്രദർശനവും കുട്ടികളുടെ നൃത്യങ്ങളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കടലാഴങ്ങളിൽ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന ചാൾസന്റെ URF നാഷണൽ റെക്കോർഡ്സിൽ ഇടം നേടാനുള്ള സാഹസിക നീന്തൽ ഏപ്രിൽ 9 പയ്യന്നൂർ കൊച്ചിയിൽ നിന്ന് ആരംഭിക്കും. കായൽ, പുഴ, കടൽ എന്നിവ ദീർഘദൂരം നീന്തി ദേശീയ റെക്കോർഡ് സ്ഥാപിക്കാനൊരുങ്ങുകയാണ് കടലാഴങ്ങളിൽ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന ഏഴിമല സ്വദേശി ചാൾസൺ. കൊച്ചിയിൽ നിന്നും 4.5 മണിക്കൂർ കൊണ്ട് പുതിയങ്ങാടി ചൂട്ടാട് ബീച്ചിൽ അവസാനിച്ച വിജയകരമായ നീന്തലാണ് ദേശീയ റെക്കോർഡിലേക്ക് നീന്തിക്കയറുക എന്ന ലക്ഷ്യത്തിന് ചാൾസിന് പ്രചോദനമായത്. യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൽ ഇടം നേടാനുള്ള ചാൾസന്റെ നീന്തൽ ഏപ്രിൽ 9 പുലർച്ചെ 2:30 തുടങ്ങും. നീന്തൽ കൗവായി കായൽപ്പരപ്പിൽ നിന്ന് ആരംഭിക്കും. കല്ലേറ്റുംകടവ്, പുതിയപുഴക്കര, കരമുട്ടം, പാലക്കോട്, ഓലക്കാൽ വഴി ചൂട്ടാട് അഴിമുഖത്തെത്തി കടലിലൂടെ പുതിയങ്ങാടി ചൂട്ടാട് ബീച്ചിൽ സമാപിക്കും. ആകെ 15 കിലോമീറ്ററാണ് നീന്തുക. നീന്തൽ 8 മണിയോടെ സമാപിക്കും. സംഘാടക സമിതി രക്ഷാധികാരി K വിജീഷ് നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാധ്യമ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ V പ്രമോദ്, കൺവീനർ KV ബാലകൃഷ്ണൻ, K വിജീഷ്, പീറ്റർ ഏഴിമല, ചാൾസൺ എന്നിവർ പങ്കെടുത്തു. എരമംകുറ്റൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം, എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ലോകാരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K സത്യഭാമ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്താതെ നമ്മുടെ ദൈനംദിന ജീവിത ശൈലികൾ നമ്മളെ ഒരു രോഗിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഈ എരമംകുറ്റൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനും കുറ്റൂർ പഞ്ചായത്തിനും
എരമംകുറ്റൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ലോകാരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ലോകാരോഗ്യ ദിന സന്ദേശം നൽകിക്കൊണ്ട് നടന്ന ആരോഗ്യ സന്ദേശ റാലി പെരിങ്ങോം സബ് ഇൻസ്പെക്ടർ നിഷിത്ത് കെ വി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് കുറ്റൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ക്വിസ് മത്സരം നടന്നു. ഡോക്ടർ ബിനോ ജോസ് ക്വിസ് മത്സരത്തിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യഭാമ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അനീഷ് ബാബു ടി അധ്യക്ഷത വഹിച്ചു. ശ്രീനിവാസൻ കെ വി സ്വാഗതം ആശംസിച്ചു. ക്വിസ് മത്സരത്തിൽ വിജയികളായവർക്ക് ജെ സാബു എം ദേവസ്യ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഉടുമ്പന്തല ബൈത്തുൽ മുക്തരിബ് അസോസിയേഷന്റെ രണ്ടാം ഘട്ട ഭവന പദ്ധതി തുടങ്ങി. മതപണ്ഡിതൻ MT ഇബ്രാഹിം സീദി കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു. അസോസിയേഷൻ ചെയർമാൻ നങ്ങാരത്ത് ബഷീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ടി അബ്ദുൽ ഖാദർ, VK ബാവ, PK ഫറൂഖ്, VT ഷാഹുൽ ഹമീദ്, K ബാലൻ, K കണ്ണൻ, M അബ്ദുറഹ്മാൻ ഹാജി, P അബ്ദുൽ ലത്തീഫ്, T അഷ്റഫ്, VP ഖാലിദ്, MA സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു. മലബാർ ഫ്ലേവേഴ്സ് വെജ് ആൻഡ് നോൺ വെജ് റെസ്റ്റോറന്റ് ഏപ്രിൽ 8-ന് പ്രവർത്തനം ആരംഭിക്കും. പയ്യന്നൂരിന്റെ പെരുമയാർന്ന തനതു രുചികൾക്കൊപ്പം അറേബ്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ രുചികൾ കോർത്തിണക്കിയാണ് മലബാറി ഫ്ലേവേഴ്സ് വെജ് ആൻഡ് നോൺ വെജ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഹോട്ടൽ പ്രവർത്തിക്കുക. റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോൽ നിർവഹിക്കും. ഗവൺമെന്റ് അംഗീകൃത ലാബിന്റെ പരിശോധനയിലൂടെ അംഗീകരിക്കപ്പെട്ട ഫിൽട്ടർ ചെയ്ത അണുവിമുക്തമായ ശുദ്ധമായ വെള്ളം പാചകത്തിനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതായും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അവകാശപ്പെട്ടു. TV വേലായുധൻ, മാർട്ടിൻ തോമസ്, T കുഞ്ഞികൃഷ്ണൻ, MP പ്രഭാകരൻ, പ്രദീപ് ബാലകൃഷ്ണൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. സൗജന്യ നിരക്കിൽ റേഷൻ വിതരണം ചെയ്യാൻ കോടതി ഉത്തരവ്. ഈ ഉത്തരവ് UDF സർക്കാരിന് ഗുണകരമാകുമോ? പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. ഒരു രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടിലല്ല UDF ഇപ്പോൾ സൗജന്യ റേഷൻ ചെയ്യുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കറിയാം UDF ഗവൺമെൻറ്റാണ് ഇത് പാസ്സാക്കിയത്. തീർച്ചയായും UDFന് അനുകൂലമായി തന്നെ ഈ തീരുമാനം വരും എന്ന് തന്നെയാണ് അഭിപ്രായം. എന്നത് ഒരു പ്രതിപക്ഷം കാണുന്നത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് എന്നുള്ളതാണ്. പക്ഷേ UDF ഗവൺമെൻറ് വളരെ മുൻകാല തീരുമാനത്തിനനുസരിച്ച് തന്നെയാണ് അത് വിതരണം ചെയ്യുന്നത്. അത് തീർച്ചയായും ആരെയും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയല്ല. അത് കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ എല്ലാം ഭാഗമായിട്ട് കളിക്കുന്ന കളികളുടെ എല്ലാം ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സൗജന്യമായി അരി വിതരണം ചെയ്തുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ സൗജന്യ അരി വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കും. ഇതിനെല്ലാം എതിരെയുള്ള വിധിയെഴുത്തായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. സൗജന്യ റേഷൻ കൊടുക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നില വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അനുബന്ധിച്ചായതുകൊണ്ട് അത് വിജയിക്കുമോ എന്ന് വളരെമായ വിഷമമുണ്ട്, സംശയം തോന്നുന്നുണ്ട്. അതാണ് എൻ്റെ അഭിപ്രായം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ കാണാം ഒരിക്കൽ കൂടി. UDFും പ്രചാരണ രംഗത്ത് ചൂടുറപ്പിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്തിലെ വിജയം ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ആവർത്തിക്കുമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻമന്ത്രി ചെർക്കളം അബ്ദുള്ള. കനത്ത ചൂടിലും വോട്ടർമാരുടെ മനസ്സ് കീഴടക്കി പയ്യന്നൂരിലെ LDF സ്ഥാനാർത്ഥി C കൃഷ്ണൻ. തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി M രാജഗോപാലൻ പ്രചാരണം തുടരുന്നു. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. വിവിധ കേന്ദ്രങ്ങളിൽ വൈവിധ്യമാർന്ന ദിനാചരണ പരിപാടികൾ. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി പരിയാരത്തെ ഹൃദയശില്പം. സീബ്ര ക്രോസിംഗ് ഇല്ല. പഴയങ്ങാടിയിൽ റോഡ് മുറിച്ചു കടക്കാൻ യാത്രക്കാർക്ക് പെടാപ്പാട്.
ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.